കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പിനെതിരെ ആഞ്ഞടിച്ച CPM നേതാവ് KK ശൈലജ അവരുടേത് മോശമായ ഭാഷാ പ്രയോഗമാണ്. തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചും ഓണം ബോണസിനെ കുറിച്ചും നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പ്രതികരണം. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ താൻ പറഞ്ഞത് ശരിയായ കാര്യങ്ങളാണ്. ഓണം ബോണസ് പരാമർശം ദുർവ്യാഖ്യാനം ചെയ്തതാണ്. LDF സർക്കാർ കൊണ്ടുവന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണമെങ്കിൽ തുടർഭരണം അനിവാര്യമാണെന്ന് KK ശൈലജ കോതമംഗലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്കെതിരെ കോൺഗ്രസ് നടത്തുന്നത് മ്ലേച്ഛമായ സൈബർ ആക്രമണമാണ്. കോൺഗ്രസ് സൈബർ ഗ്രൂപ്പ് എന്നും അങ്ങനെയാണ്. കോൺഗ്രസ് നേതാക്കളെ വരെ അവർ ആക്ഷേപിച്ചിട്ടുണ്ട്. KK ശൈലജ ചൂണ്ടിക്കാട്ടി. എന്തൊക്കെ എന്നെ ഇങ്ങനെ അധിക്ഷേപിച്ചു, അത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ. നേരത്തെ ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടികളെ അടക്കം അപഹസിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും പോട്ടെ, സ്വന്തം പാർട്ടി ലീഡർമാരെ അപഹസിച്ചുകൊണ്ട് കൊടുത്തില്ലേ. ഇപ്പൊ ഈ കുറ്റം പറയുന്ന സാക്ഷാൽ VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിനെതിരെ ഈ സൈബർ സംഘം നടത്തിയ ആക്രമണം എന്താ ഒരു ഘട്ടത്തിൽ? അപ്പോൾ ഇവര് ആക്രമിക്കാൻ ഇങ്ങനെ വൃത്തികെട്ട ഭാഷ പ്രയോഗിക്കുന്നവർ ഇന്ന് ഞങ്ങൾക്കെതിരാണെങ്കിൽ നാളെ അവരുടെ ഇടയിലുള്ള ആളുകൾക്കെതിരെ തന്നെ അതെല്ലാം പ്രയോഗിക്കും. അത്ര വൃത്തികെട്ട സ്വഭാവമാണ് ഈ സംഘം കാണിക്കുന്നത് എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ നടത്തിയ തൊഴിലുറപ്പ് പദ്ധതിയും ഓണം ബോണസും സംബന്ധിച്ച വിവാദ പരാമർശത്തെ അവർ ന്യായീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിന്റെ ഇടപെടലുകൊണ്ട് മാത്രമാണ് അന്നത്തെ UPA സർക്കാർ രാജ്യവ്യാപകമായി നടപ്പാക്കിയതെന്ന് KK ശൈലജ വിശദീകരിച്ചു. തുടക്കത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വളരെ കുറച്ച് ജില്ലകളിലേ അന്ന് തുടങ്ങിയുള്ളൂ. കാരണം ഒരു പുതിയ പദ്ധതി തുടങ്ങുക എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു എന്നറിയില്ല. പിന്നെയും നിർബന്ധം ചെലുത്തുമ്പോഴാണ് നമ്മൾ ഒരുപാട് സമരങ്ങളൊക്കെ അതിന് ചെയ്തിട്ടുണ്ട്. 200 ജില്ലകളിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്ക് ആദ്യം വയനാട് ജില്ല മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പിന്നെയും നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്നിട്ടാണ് എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് വന്നത്. അപ്പം അതിൽ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. അന്ന് പിന്തുണച്ചിരുന്ന ഇടതുപക്ഷം തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി ശക്തമായി വാദിച്ചിരുന്നു എന്നുള്ളത്. ഇടതുപക്ഷത്തിന്റെ ശക്തമായ നിർദ്ദേശം അനുസരിച്ചാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഡ്രാഫ്റ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഓണം ബോണസ് സംബന്ധിച്ച പ്രസ്താവന ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഫെസ്റ്റിവൽ അലവൻസ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലെന്നാണ് താൻ പറഞ്ഞത്. കേരളത്തിലെ ഫെസ്റ്റിവൽ ഓണമായതുകൊണ്ടാണ് താൻ അക്കാര്യം പറഞ്ഞത്. ഓണത്തിന് ബോണസ് കൊടുക്കുന്ന കാര്യം ഞാൻ ഈ തൊഴിലാളികളോട് പറഞ്ഞു. കേരളത്തിൽ ഓണത്തിന് 1000 ഉറുപ്പിക ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഓണം ഇല്ലാത്ത സ്ഥലത്ത് ഓണത്തിന് കൊടുക്കണ്ട, അവിടെ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ. എന്തെല്ലാം ഉത്തരേന്ത്യയിൽ ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലവൻസോ ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ? കേരളത്തിലാണ് ഓണത്തോടനുബന്ധിച്ച് നമ്മൾ 1000 ഉറുപ്പിക നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. ആ പറഞ്ഞതിനെ എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? കേരളത്തിൽ മൂന്നാമതും ഇടതു സർക്കാർ അധികാരത്തിലെത്തും. സർക്കാർ തുടങ്ങിവെച്ച വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കാൻ UDF തയ്യാറാകില്ലെന്ന് KK ശൈലജ വിശദീകരിച്ചു. മൂന്നാമത് ഇടതുപക്ഷം വന്നില്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനക്ക് ഗുണാണോ ദോഷാണോ ഉണ്ടാവുക? മാത്രമല്ല, മൂന്നാമതും ഇടതുപക്ഷം വന്നിട്ടില്ലെങ്കിൽ ആരാ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? ലൈഫ് മിഷൻ തുടരണ്ടേ? അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടരണ്ടേ? ഈ പറയുന്ന ആർദ്രം മിഷൻ ആരോഗ്യത്തിൻ്റെ ഇപ്പം 840 PHCകൾ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറി. 946 എണ്ണം ഉണ്ട്. ബാക്കിയുള്ളത് UDF വന്നാൽ തുടരുമോ? കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുമോ? ഇന്നലെ ഇവിടെ എറണാകുളത്ത് എന്തൊരു അഭിമാനകരമായ സ്ഥാപനമാണ്. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ കൂടി അവിടെയുള്ള സമയത്താണ് CCRCയുടെ തറക്കല്ലിട്ടതും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ സമർപ്പിച്ച് CCRCക്ക് 300 കോടിയിലേറെ രൂപ അനുവദിച്ചതും. അന്ന് തറക്കല്ലിട്ടു. വലിയ ആശുപത്രി ആയതുകൊണ്ട് ഇത്തിരി സമയം എടുത്തു. ഇപ്പം അത് നന്നായിട്ട് പൂർത്തിയായില്ലേ? GTV ന്യൂസ് കോതമംഗലം.